ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് കുറേ തിരക്കുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കുറേ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ എടുക്കാൻ ഉള്ള കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് മെയിനായിട്ട് കേട്ടോ. അങ്ങനെ രാവിലെ എണീറ്റു. നമ്മുടെ ചാക്കോച്ചൻ മുമ്പ് നിങ്ങൾ ഹൈ ചെയറിൽ ഇരിക്കുമ്പോഴാണ് അവനെ കാണാറ്. ഇപ്പം ഞങ്ങളിതേ എല്ലാത്തിൻ്റെയും മുകളിൽ ഇതങ്ങനെ പെടഞ്ഞ് കയറി തുടങ്ങിയിട്ടോ. ഇങ്ങനെ നോക്കി തിരിഞ്ഞ് വരുമ്പോഴേക്കും ആൾ കയറി ജനലേമ്മ എത്തിയിട്ടുണ്ടാവും. അങ്ങനെ എന്താ പറയുക, ഒരു കുട്ടി ചട്ടമ്പിയായിട്ടപ്പോൾ പോക്ക്. അപ്പോൾ ചേട്ടന്മാർ ഓരോന്ന് ചെയ്യണത് നോക്കി നിൽക്കുകയാണ് ചാക്കോച്ചൻ. അപ്പോൾ തോമൂന് എങ്ങനെയാണെന്ന് വെച്ചാൽ എവിടേക്ക് പോയാലും വണ്ടിയാണ്. അപ്പോൾ സൈക്കിളിനെ വണ്ടിയാക്കിയിട്ടിട്ട് അത് ഓടിച്ച് കളിക്കുകയാണ് കേട്ടോ. അങ്ങനെ മൂന്നാളും കൂടിയിട്ടാണ്. ഇന്ന് സാറ്റർഡേ ആണല്ലോ, ഇന്ന് ക്ലാസ്സില്ല. അപ്പം ഇന്ന് എന്താ പറയുക, ഫുൾ ടൈം അവരുടെ വക കോലാഹലങ്ങളായിരുന്നു രാവിലെ മുഴുവൻ. അത് കഴിഞ്ഞ് പിന്നെ രാവിലെ ഡിവൈനൊന്ന് പുറത്തേക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ ഹെന്ന ചെയ്യാനൊക്കെ ആയിട്ട് അപ്പോൾ പോയി. അപ്പോൾ ആ പോണോട് കൂടിയിട്ട് നമ്മുടെ തോമ്പുട്ടനെ അപ്പ കൈ പിടിച്ചു. അതായത് ഡോണിൻ്റെ കൂടെ അവൻ പോയി. അവൻ പിന്നെ അപ്പയുടെ മോനാണല്ലോ, അപ്പയുടെ കൂടെ പോയി. മോനെ നമ്മുടെ ചാക്കോച്ചനെ അക്കിടെ അവിടെ കൊണ്ടുവന്നാക്കുക ചെയ്തേ കേട്ടോ. അപ്പോൾ ഇന്ന് അവൻ അവിടെയായിരുന്നു ഫുൾ ഡേ. എന്താ പറയുക, അക്കിക്കും ഒരു ചേഞ്ചായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ ഡിവൈൻ വന്നിട്ട് എനിക്ക് ഫോട്ടോയും കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാരണം അക്കി കുറേ കാലങ്ങളായിട്ട് ഞാൻ കാണുന്നത് വീൽ ചെയറിലായിരുന്നു. പക്ഷെ അതൊക്കെ വിട്ട് താഴെ ഇരുന്ന് ചവിട്ടുപടിയുമ്പോൾ നമ്മളെപ്പോലെ ഇരുന്ന് സംസാരിക്കുകയും കിടാവിനെ കളിപ്പിക്കുകയൊക്കെ ചെയ്യണുണ്ട്. അപ്പോൾ ഭയങ്കര സന്തോഷമായി. ഇത് വേറൊന്നുമല്ല, ഞാൻ കിച്ചണിൽ വന്നപ്പോഴാണ് ഡിവൈൻ ഇന്ന് ചായ തിളപ്പിക്കും. അപ്പോൾ ചായ മേത്തു കൂടെ പോയിത്രേ. എനിക്കിപ്പോൾ ചെറുതായിട്ട് പൊളച്ചിട്ടുണ്ട് കേട്ടോ, എന്നാലും വല്ലാണ്ടുള്ള ഇത് വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാൻ ഇവിടെ ഇന്നലെ ഞാൻ കാണിച്ചില്ല എന്നുള്ളൂ, ബിരിയാണി ആയിരുന്നു കേട്ടോ. ഇതിപ്പോൾ രാവിലെ മറ്റേ എന്താ പറയുക, പീസ് കറിയും നൂലപ്പമായിരുന്നു. അപ്പോൾ ഞാൻ ഇന്നലെ ബിസ്മിന്ന് വാങ്ങിച്ചതാണ്. ഞാൻ നിങ്ങളോട് എന്തിനാണെന്നാണ് പറയണേ. കാരണം എനിക്ക് വേണമെങ്കിൽ പറയാണ്ടിരിക്കാം, ഞാൻ ഉണ്ടാക്കിയതാണെന്ന് പറയാം, അല്ലെങ്കിൽ മിണ്ടാണ്ടിരിക്കാം. പക്ഷേ എനിക്ക് അങ്ങനെ മറച്ച് വെക്കണം എന്ന് തോന്നാറില്ല. കാരണം ഇത് അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കുന്നത് നമ്മൾ ഉണ്ടാക്കണ പോലെ തന്നെയാണ് കടകളിലായാലും അവരും ഉണ്ടാക്കുന്നത്. അപ്പോൾ നിവൃത്തികേട് വരുമ്പോൾ നമ്മളത് വാങ്ങിക്കുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മിക്കവാറും കുട്ടികൾക്ക് സ്കൂളിൽ പോകണ നേരമായതുകൊണ്ട് അവർക്കുള്ള ഫുഡ് റെഡിയാക്കണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ചെറിയ തിക്കും തിരക്കും വരും. അപ്പോൾ ഞാൻ അധിക ഭാഗം ചിലപ്പോൾ നൂലപ്പം ഇതൊക്കെ പുറത്തുനിന്ന് വാങ്ങിക്കാറുണ്ട്. നൂലപ്പം മാത്രം കേട്ടോ, ബാക്കിയൊക്കെ നമ്മൾ വെള്ളയപ്പോ നൂലപ്പോ ഞാൻ പുറത്തുനിന്ന് വാങ്ങിക്കാറുണ്ട്. ബാക്കിയൊക്കെ നമ്മൾ അകത്ത് തന്നെയാണ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ നമ്മൾ സാഹചര്യം കിട്ടുമ്പോൾ ഇന്നലെ അതിലെ വന്നതുകൊണ്ട് മാത്രം ഞാൻ അവിടെ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ അങ്ങനെ നൂലപ്പവും പീസ് കറിയൊക്കെ കഴിച്ച് ഇവരിതേ അപ്പനും അമ്മയും മക്കളും കൂടി ഇറങ്ങി. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ചാക്കോച്ചനെ നമ്മളുടെ അവിടെയും തോമുട്ടനെ അപ്പയുടെ കൂടിയാണ് കൊണ്ടുപോയത്. കാരണം ഇന്ന് ഫുൾ ഡേ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ആകുമ്പോൾ ചേച്ചി ഉണ്ടാവുമല്ലോ, അപ്പോൾ വേറെ ഇതൊന്നുമല്ല, നമുക്ക് ഇന്ന് കുറേ സാധനങ്ങൾ പാക്ക് ചെയ്ത് അയക്കേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ചാക്കോച്ചനെ അവിടെ അക്കിയുടെ അവിടെ കൊണ്ടുവന്നാക്കിയത്. അപ്പോൾ അക്കി എപ്പോഴും പറയും, നിങ്ങൾക്ക് എന്തെങ്കിലും എവിടേക്കെങ്കിലും യാത്ര പോകണമെങ്കിൽ ഇവിടെ കൊണ്ടുവന്നാക്കിക്കോ, എനിക്കൊരു നേരം പോക്കല്ലേന്ന്. അപ്പോൾ ഇന്ന് ആദ്യമായിട്ടൊരു ട്രയൽ നോക്കാനായിട്ട് കൊണ്ടുപോയത് കേട്ടോ. അവനെ സംബന്ധിച്ച് അവനൊരു കുഴപ്പമില്ല, അവനെന്തെങ്കിലും കൃത്യത്തിന് ഭക്ഷണം കൊടുത്താൽ മതി, അല്ലാണ്ട് അവൻ ചോദിച്ച് വാങ്ങി കഴിക്കുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ ഡിംപിളും ഡാഡിയും അതിൻ്റെ പണിക്ക് അവിടെ ഇരുന്നു. കാരണം ഇഷ്ടം പോലെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഓണത്തിൻ്റെ മുമ്പ് തൊട്ട് ആൻറ്റിക്കിൻ്റെ പുതിയ കളക്ഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതൊന്നും ഓക്കെ ആക്കിയിട്ടുണ്ടായിരുന്നില്ല, ബില്ലുടെ ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവർ അതിന് വേണ്ടി രണ്ടുപേരിരുന്നു. പാച്ചു അവിടെ നിന്ന് കളിക്കണം. അപ്പോൾ ഞാൻ വേഗം കിച്ചണിലേക്ക് വന്നു. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞില്ല, അവിടെ നിറച്ച് ഉറുമ്പ് ഇങ്ങനെ കുത്തിയിട്ടേക്കിടുന്നു. ഇന്നും നിറച്ചുണ്ട്. ഇന്നലെ രാത്രി കിടക്കുമ്പോൾ വൃത്തിയാക്കിയതാണ്. അപ്പോൾ അതൊക്കെ മാറ്റി ഡാഡി ടിന്നർ ഇട്ട് തന്നു. അവിടെ എന്തോ ഒഴിച്ച് തന്നു. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത്, അപ്പോൾ അതേ പാച്ചുട്ടനെ നൂഡിൽസ് വേണമെന്ന് പറഞ്ഞപ്പോൾ അവന് നൂഡിൽസ് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് നിന്നാട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് അവരവിടെ ആ പരിപാടികൾ ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ കാര്യങ്ങൾ വേഗം അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ച് ഇവിടുത്തെ പരിയപ്പുറത്തെ പാത്രങ്ങൾ കാര്യങ്ങളൊക്കെ ഒതുക്കി. ഇപ്പോഴും ഞാൻ ഓയിലും വെളിച്ചെണ്ണയും ഒഴിച്ച് വെച്ചിട്ടില്ല, അതിനുള്ള സമയം എനിക്ക് കിട്ടിയിട്ടില്ല. കാരണം അതിൻ്റെ ഉള്ളിൽ അതുപോലെ എണ്ണ പോയിട്ട് കിടക്കുക. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാണ്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ആ ഗ്യാപ്പിൽ ഇവരുടെ ഇത് കഴിയണ ആ ഗ്യാപ്പിൽ ഞാൻ വേഗം തുണി വാഷിംഗ് മെഷീനിൽ ഇട്ടതാണ്. ആ തിക്കും തിരക്കിൽ എൻ്റെ കയ്യിൽ നിന്ന് തട്ടിയിട്ട് ആ ചെടിച്ചട്ടി മുഴുവൻ അതിൻ്റെ ഉള്ളിലേക്ക് പോയി. ഇനിയിപ്പോൾ അത് ഒന്നേന്ന് തൊട്ട് പണി എടുക്കണത്. അങ്ങനെ ഇവിടെയൊക്കെ വലിച്ചു വാരി ഇട്ടേക്കായിരുന്നു. അപ്പോൾ ഇന്നലെ കൊണ്ടുവന്ന പച്ചക്കറികൾ അങ്ങനെ തന്നെ വെച്ചേക്കായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ വേഗം ബോക്സുകളിലും അതാത് സ്ഥാനങ്ങളിലേക്ക് ആക്കി. മുട്ടയുണ്ടായിരുന്നത് ട്രെയിൽ വെച്ച് ബാക്കി മുട്ട ട്രേ കഴുകി വെച്ചു.
അങ്ങനെ കുട്ടി കുറച്ച് പണികൾ ഞാൻ പറയാറില്ലേ, ഞാനാണ് മെയിനായിട്ട് ഒതുക്കണ ആളെന്ന് പറയാറില്ലേ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഫ്രിഡ്ജിലത്തെ സാധനങ്ങൾ നാളെ ഞായറാഴ്ച ആണല്ലോ, അപ്പോൾ ശരിക്ക് ഒതുക്കി വെക്കണം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ വെള്ളം കുറഞ്ഞത്, അപ്പോൾ എൻ്റെ പണിയാണ് ഇതൊക്കെ കേട്ടോ. വെള്ളം നിറച്ച് വയ്ക്കുക, അതിൻ്റെ ഉള്ളിൽ ആക്കുക, വല്ല ബ്രെഡും ബട്ടറൊക്കെ പുറത്തുണ്ടെങ്കിൽ അതെടുത്ത് അതാത് സ്ഥാനങ്ങളിൽ വയ്ക്കുക. ഇതൊക്കെ എൻ്റെ കുട്ടിപ്പണികളാണ്. അപ്പം നോക്കിയപ്പോഴാണ് നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ സുന്ദരി പൂച്ചയുണ്ട്, ഒരു നല്ല ഭംഗിയുള്ളൊരു പൂച്ചയുണ്ട് കേട്ടോ. കഴുത്തിൽ മണിയൊക്കെ കെട്ടിയിട്ട് അവൻ കണ്ണ് തെറ്റുമ്പോൾ നമ്മുടെ അവിടേക്ക് ഓടി വരും. അപ്പോൾ ഇന്ന് ഞാനും ഡിംപിളും ഡാഡിയും കൂടി അവിടെ ഇരുന്ന് ഇങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോഴാണ് എന്തോ നനങ്ങണ പോലെ തോന്നി. അപ്പോൾ പാച്ചു ടി വിയുടെ മുമ്പിലായിരുന്നു, നോക്കിയപ്പോൾ ഈ പൂച്ചക്കുട്ടിയാണ്. അപ്പോൾ പാച്ചുവിനെ വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. പാച്ചു കാത്തു എന്ന് പറഞ്ഞിട്ട് പിന്നാലെ ഓടി. അപ്പോൾ അത് കാറിൻ്റെ അടിയിൽ പോയി. അപ്പോൾ കുറേ നേരം അവൻ്റെ കമന്ന് കിടന്നിട്ട് പൂച്ചയോട് വർത്താനം പറഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് പോരുകയും ചെയ്തു അവൻ കേട്ടോ. അങ്ങനെ സമയം 2:15. ആദ്യത്തെ ഒരു ട്രിപ്പ് പോസ്റ്റിങ് കഴിഞ്ഞു, ഇനി കുറച്ച് കൊറിയർ ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ പിന്നെ ആവാമെന്ന് ചോദിച്ചപ്പോൾ ഡാഡി വരുന്ന വഴിക്ക് ഒരു പൊതിച്ചോറ് വാങ്ങിയിട്ട് വന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ കൂടുതൽ ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ ആദ്യം ചെയ്യുക ഇങ്ങനെ അടുക്കളപ്പണി പതുക്കെ അങ്ങോട്ട് മാറ്റി വയ്ക്കും. കാരണം എന്ത് വന്നാലും നമുക്ക് എന്തെങ്കിലും കഴിക്കുക എന്നുള്ളതുള്ളൂ. അപ്പോൾ ഞാൻ ചോറ് ആദ്യം 2:30 വരെ നമുക്ക് അതിൻ്റെ തിരക്കുണ്ടായിരുന്നു. പിന്നെ ശനിയാഴ്ചയാണ്, അപ്പോൾ നേരത്തോടെ വേണം. അപ്പോൾ അത് കഴിഞ്ഞ് ഊണ് കഴിഞ്ഞതിന് ശേഷം ഞാൻ വേഗം തുണികൾ തോരയിടാൻ നിന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ശരിക്കും പറഞ്ഞാൽ മെയിൻ പണിക്ക് വേണ്ടി നമ്മളിരുന്നത്. അതായത് ഒരു 2 ഷോപ്പിലേക്കുള്ള സാധനങ്ങൾ കൊടുത്തയക്കാണ്ടായിരുന്നു. അപ്പോൾ അത് ഫുൾ പാക്ക് ചെയ്യുക എന്നുള്ളതായിരുന്നു നമ്മളുടെ മെയിൻ ഇന്നത്തെ പണി. അപ്പോൾ ഞാനിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്കിതൊക്കെ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ സെക്ഷൻ 2-3 ആക്കി തിരിച്ചു. ഡാഡിക്ക് പാക്കിംഗ് സെക്ഷനാക്കി, ഫോട്ടോസ് എടുക്കുന്ന സെക്ഷൻ ഡിവൈനെ ആക്കി, ഇൻസ്റ്റാഗ്രാം അതൊക്കെ നോക്കാൻ ഡിവൈനെ ഏൽപ്പിച്ചു. പിന്നെ കുറച്ച് കാര്യങ്ങൾ ഓർഡേഴ്സും കാര്യങ്ങളും കുറച്ച് ഡിംപിളിനെ ഏൽപ്പിച്ചു. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഒരു ഒരു സമാധാനം കിട്ടിയ പോലെയായി. കാരണം അല്ലെങ്കിൽ ഫുൾ ടൈം 24 മണിക്കൂർ ഞാൻ ഈ ഫോണിലായിരുന്നു. അപ്പോൾ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൽ നിന്നൊരു ചെറിയൊരു മാറ്റം കിട്ടി. അപ്പോൾ അപ്പോഴാണ് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ പാച്ചും ഭയങ്കര കരച്ചിലായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഇന്നലെ രാത്രിയിൽ പിന്നെ കിടന്നുറങ്ങി, എങ്കിലും പല്ലിങ്ങനെ പിടിച്ചിട്ട് അവൻ കരയുണ്ടായിരുന്നു. അപ്പോൾ അത്രയ്ക്കെങ്കിൽ അത്ര അവൻ പറഞ്ഞല്ലോ എന്ന് ഒരു സമാധാനം കേട്ടോ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാൻ വേഗം അവനെ നമ്മുടെ ഡിംപിള് ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോയി. അപ്പോൾ കൊണ്ടുപോയത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളുടെ എവിടെയാണ്, മറ്റേ സൂവിൻ്റെ അവിടെയാണെന്ന് തോന്നുന്നുണ്ട്, എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. അവിടേക്കാണ് കൊണ്ടുപോയത്. അവിടെ നിന്ന് വീഡിയോസ് അയച്ചപ്പോൾ ഞാൻ ചോദിച്ചു, ഇതെന്താ പ്ലേ സ്കൂളിലാണോ, എന്താ പറയുക, സോഫ്റ്റ് ഓയിലാണോ ഇരിക്കണേന്ന് ചോദിച്ചു. കാരണം അതുപോലെയാണ്, ഒരു കുഴപ്പമില്ലാണ്ട് അവൻ പല്ലും ഇതൊക്കെ കാണിച്ചു കൊടുത്തു. അപ്പോൾ പല്ലിൻ്റെ അവിടെ ചെറിയൊരു ഇൻഫെക്ഷൻ പോലെയുണ്ട്, അതുകൊണ്ടായിരിക്കാം ഈ വേദന, വിങ്ങലുകൊണ്ടായിരിക്കാം അവൻ കരഞ്ഞത് എന്ന് പറഞ്ഞു. അപ്പോൾ അത് കറക്റ്റ് അവൻ അങ്ങനെ കൈകൊണ്ട് കാണിച്ചത് കൊണ്ട് നമ്മൾക്ക് മനസ്സിലായിട്ടോ. അപ്പോൾ അങ്ങനെ അത് ഡോക്ടറെ അടുത്ത് പോയി തിരിച്ചു വന്നു. പിന്നെ അവന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെയാണ് പിന്നെ നമ്മൾ മെയിൻ സംഭവത്തിലിരുന്നത്. ഈ ഇരുന്നിട്ട് എനിക്ക് തോന്നുന്നു ഒരു 7:30 വരെ ആ ഒരൊറ്റ ഇരിപ്പിരുന്നുണ്ട്. ശരിക്ക് എനിക്ക് തോന്നുന്നു 3:30ക്കാണ് ഡോക്ടറെ അപ്പോയിൻമെൻറ്റ് കിട്ടിയത്. 4:30 ആകുമ്പോഴേക്കും അവർ തിരിച്ചു വന്നിട്ടുണ്ട്. ആ 4:30 തൊട്ട് 7:30, 8 വരെ ഒരൊറ്റ ഇരിപ്പ് അവിടെ ഇരുന്നു. ആ 7:30ക്കാണ് ശരിക്കും ഇത് പാക്ക് ചെയ്ത് നമ്മൾ ഫസ്റ്റ് കൊറിയർ ചെയ്യാനായിട്ട് കൊടുത്തത്. അപ്പോൾ 2-3 ബാച്ചായിട്ടാണ് അവർക്ക് ആവശ്യമായിരുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ബാച്ച് നമ്മൾ വേഗം അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുമ്പോൾ, അപ്പോൾ നിങ്ങളിൽ ഈ കാണുന്നവരിലും ആർക്കെങ്കിലും ഇതുപോലെ എന്താ പറയുക കൊച്ചു സംരംഭങ്ങൾ, ഇപ്പോൾ വീട്ടിലിരുന്നിട്ടായാലും അല്ലെങ്കിൽ ഷോപ്പുകളിലായാലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഹോൾസെയിൽ റേറ്റിലാണ് സംഭവങ്ങൾ കൊടുക്കുക കേട്ടോ. 1-2 ആയിട്ടല്ല കേട്ടോ, ഒരു ബൾക്കായിട്ട് എടുക്കുന്നവർക്ക് നമ്മൾ അതിൻ്റേതായ ഒരു രീതിയിലാണ് നമ്മൾ കൊടുക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ പ്ലേറ്റഡ് ഓർണമെൻറ്റ്സിന് പുറമെ ഇപ്പോൾ ആൻറ്റിക് ഓർണമെൻറ്റ്സും കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതും നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് വാങ്ങിക്കാം. പ്രത്യേകിച്ച് നഗാസും കാര്യങ്ങളൊക്കെയാണ്, ഭയങ്കര ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മളുടെ കല്യാണത്തിൻ്റെ തൊട്ട് മുമ്പായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ നമുക്കത് തുടങ്ങി വയ്ക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഒരു ഓണക്കാലം മിസ് ചെയ്തു എന്ന് പറയില്ലേ, പക്ഷേ അതിനേക്കാളും നല്ല കാര്യങ്ങളാണല്ലോ നമ്മുടെ വീട്ടിൽ നടന്നത്. അപ്പം അതുകൊണ്ട് അതിനെക്കുറിച്ച് പിന്നെ വാങ്ങിക്കുന്നവരെപ്പോഴായാലും വാങ്ങിക്കും. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഡിവൈനൊക്കെ വരുമ്പോൾ നല്ലോണം ലേറ്റായിട്ട് അവർ അക്കിയുടെ വീട്ടിൽ കുറേ നേരം വർത്താനം പറഞ്ഞ് ഡോൺ അവരെ കൊണ്ടുവന്നാക്കിയിട്ട് പോയി. കുറേ അപ്പോഴാണ് ഞാൻ ആ ഫോട്ടോ കണ്ടത്. അക്കി അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ എന്താ പറയുക താഴ്ത്ത് ഉമ്മർത്തൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ടോ. കാരണം കാലങ്ങളായി ഞാൻ അങ്ങനെ ചേച്ചിയെ കണ്ടിട്ട്. അപ്പോൾ അത് വീൽ ചെയറിൽ ഇറങ്ങിയിട്ട് ഒന്ന് ഇരിക്കുന്ന കണ്ടപ്പോൾ എന്തോ ഭയങ്കര സന്തോഷമായി എനിക്ക്. അങ്ങനെ ഞങ്ങളിതേ ഊണൊക്കെ കഴിഞ്ഞെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരേ കോഫി, ഇത് നല്ല
എന്താ പറയുക, നല്ല കോഫിയാണ് കേട്ടോ, സ്പാനിഷ് കോഫി അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ദേ ഇരിക്കുമ്പോൾ ഡിവൈൻ എന്നെ കളിയാക്കാണ് ബിസിനസ് ലേഡി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ മൂന്നാളും കൂടിയിട്ട് കുട്ടികളൊക്കെ ഉറങ്ങിയിട്ട് അപ്പാപ്പൻ്റെ കൂടെ പാച്ചു പോയി, ഡോണും കുട്ടികളും മുകളിലേക്ക് പോയി. ഞങ്ങൾ 3 പെണ്ണുങ്ങളാണ് ഇപ്പോൾ എപ്പോഴും വൈകുന്നേരങ്ങളിൽ ഒരു 12-12:30 വരെ ഈ ഓരോ കാര്യങ്ങൾ പറയലും എഴുതലും ഒതുക്കലും ഒക്കെ ആയിട്ട്. കാരണം ഇപ്പോഴും ഒതുങ്ങിയിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, സെപ്റ്റംബർ ഫസ്റ്റ് വീക്ക് തുടങ്ങിയ ധ്യാനത്തിന് പോയപ്പോൾ തൊട്ടുള്ള സംഭവങ്ങളാണ് പെൻഡിങ്ങിൽ കിടക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഡോണൊക്കെ വന്നപ്പോൾ കൊണ്ടുവന്ന ഐസ്ക്രീമാണ് കേട്ടോ. അപ്പോൾ ഊണൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ ഇന്നും ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞു കഞ്ഞി മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെയാണ് കഞ്ഞി വെച്ചു. അതിന് മുട്ട പൊരിച്ചത് ഡിവൈനാണ്. പിന്നെ ബീഫ് കറി ഉണ്ടായിരുന്നു. അപ്പോൾ അതും അച്ചാറും കൂടി കൂട്ടിയിട്ടാണ് ഞങ്ങൾ ചോറ് കഴിച്ചത്. അപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ചോറും ഇത്തിരി വെള്ളം കൂടിയിട്ട് കഴിക്കും കിണ്ണത്തിൽ. ഡാഡിക്ക് ശരിക്കും കഞ്ഞി പോലെ കഴിക്കും. ഡിമ്പിൾ ചോറുണ്ണും, ഡിവൈനും ചോറുണ്ണും. ഞാനും ഡോണുമാണ് കുറച്ച് കഞ്ഞിയും ചോറും ആയിട്ട് കിണ്ണത്തിൽ ചോറുണ്ണാണ് ആൾക്കാർ കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് മൂന്ന് സെറ്റായിട്ടാണ് ഭക്ഷണം എടുക്കുക അങ്ങനെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇന്ന് കുറേ നേരം ഞങ്ങൾ 3 ആളും കൂടി ഇരിക്കേണ്ട ഒരവസ്ഥയായിരുന്നു. കാരണം അത്രയും ഉണ്ടായിരുന്നു പാക്ക് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഡിവൈൻ ഫസ്റ്റ് പോയി, അത് കഴിഞ്ഞ് ഡിംപിൾ പോയി. ഞാൻ വിചാരിച്ചു എൻ്റെ ഇതും കൂടി കഴിഞ്ഞിട്ട് എനിക്ക് പോയി കിടക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഇനി കുളിച്ചിട്ട് വേണം കിടന്നുറങ്ങാൻ. അപ്പോൾ അങ്ങനെ. അപ്പോൾ ഇന്നലെയും 2-3 ദിവസമായിട്ട് എനിക്ക് ഈ നൊവേന കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ 1-2 പേര് ചോദിച്ചു ആൻറ്റി എന്തേ കാണിക്കാത്തതെന്ന്. അപ്പോൾ ഇതാണ് പെട്ടെന്നായിരുന്നു ഇന്നലത്തെ മിനിയാന്നത്തെ. പിന്നെ ഇവിടെ ഉണ്ടാവാത്ത വീഡിയോസ് എല്ലാമായിരുന്നേ, അതുകൊണ്ടാണ് കേട്ടോ, വേറെ ഒന്നുമല്ല. അപ്പോൾ അങ്ങനെ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. നാളെ സൺഡേ ആണ്. എവിടെ നിന്ന് തുടങ്ങണമെന്ന് അറിയില്ല. നാളെ കുട്ടികൾക്കൊന്നും വേറെ കുഴപ്പമൊന്നും ഇല്ലാത്ത കാരണം എവിടേക്കെങ്കിലും ഒരു യാത്ര പോകണമെന്ന് ആഗ്രഹിച്ചിട്ട്. അപ്പോൾ നമുക്ക് നാളത്തെ വിശേഷമായിട്ട് നമുക്ക് നാളെ കാണാം കേട്ടോ. അതുവരേക്കും എല്ലാവർക്കും ബൈ.